കല്യാണ മണ്ഡപത്തിന്റെ പുതിയ ഡിസൈൻ മാനേജറെ കാണിക്കാനായി സച്ചി രേവതിനെ കല്യാണ മണ്ഡപത്തിലാക്കുന്നു. ഇതിനിടയിൽ ഭാമ വിളിച്ചതനുസരിച്ച് വീട്ടിലെത്തുന്ന ചന്ദ്രമതിയോട് വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഭാമ ചോദിക്കുന്നു. തുടർന്ന് രവീന്ദ്രന്റെ പണം നീലിമയുടെ കയ്യിൽ നിന്ന് തിരികെ കിട്ടിയ വിവരം ശ്രുതിയും മറച്ചുവെച്ചുവെന്നും ആ പണം കൊണ്ടാണ് അവർ ഷോറൂം തുടങ്ങിയതെന്നും എല്ലാ കള്ളത്തരങ്ങൾക്കും പിന്നിൽ ശ്രുതിയാണെന്നും ചന്ദ്രമതി പറയുന്നു. ശേഷം ശ്രുതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഭാമയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും ആ പണം തിരികെ കിട്ടിയ വിവരം എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് മറ്റാരും അറിയാതെ സൂക്ഷിക്കുമായിരുന്നുവെന്നും എന്നോട് മറച്ചു വെച്ചത് എനിക്ക് ക്ഷമിക്കാനാവില്ലെന്നും ചന്ദ്രമതി പറയുന്നു. തുടർന്ന് നീ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ശ്രുതി സുധീനെ ഉപേക്ഷിച്ച് പോകുമെന്നും അല്ലെങ്കിൽ ശ്രുതി സുധീനെയും കൊണ്ട് മലേഷ്യയ്ക്ക് പോകുമെന്നും പിന്നീട് ഒരിക്കലും നിനക്ക് അവരെ ഒന്ന് കാണാൻ പോലും കഴിയില്ലെന്നും ഭാമാൻറ്റി പറയുന്നു. ശേഷം ശ്രുതിയുടെ സ്വഭാവം വെച്ച് കോടീശ്വരിയായ ശ്രുതിയുടെ പിന്നാലെ അവൻ പോകുമെന്നതിൽ ഒരു സംശയവുമില്ലെന്ന് ഭാമാൻറ്റി പറയുന്നതോടെ ചന്ദ്രമതിക്കാകെ ടെൻഷനാവുന്നു. ശേഷം ഇതൊന്നും നടക്കേണ്ടെങ്കിൽ നീ പഴയതുപോലെ ശ്രുതിയോട് സ്നേഹത്തോടെ തന്നെ പെരുമാറണമെന്ന് ഭാമാൻറ്റി ചന്ദ്രമതിനെ ഉപദേശിക്കുന്നു. പിന്നീട് രവീന്ദ്രനും രേവതിയും ശ്രുതിയോടുള്ള ചന്ദ്രമതിയുടെ പെരുമാറ്റത്തിൽ വിഷമമുള്ള രീതിയിൽ സംസാരിക്കുന്നു. തുടർന്ന് വീട്ടിലെത്തുന്ന ചന്ദ്രമതിയോട് ശ്രുതിയോടുള്ള നിന്റെ പെരുമാറ്റം അതിര് കടക്കുന്നുണ്ടെന്നും പ്രശ്നങ്ങൾ ഊതി വീർപ്പിക്കാതെ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും ഇതൊന്നും സഹിക്കാനാവാതെ ശ്രുതി മലേഷ്യയ്ക്ക് പോയാൽ പിന്നെ നീ എന്ത് ചെയ്യുമെന്നും ചോദിച്ച് രവീന്ദ്രൻ ദേഷ്യപ്പെടുകയും ശ്രുതി പോയി കഴിഞ്ഞാൽ ശ്രുതിയുടെ ഗതി അതോ ഗതിയാണെന്നും പറയുന്നു. പിന്നീട് ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം സച്ചിയാണെന്നും ആൻറ്റി ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ലെന്നും ശ്രുതി മീരയോട് പറയുന്നു. തുടർന്ന് ഇത്രയും ചെറിയൊരു കാര്യം പറഞ്ഞപ്പോൾ ആൻറ്റി നിന്നോട് ഇങ്ങനെയാണ് പെരുമാറിയതെങ്കിൽ ആദിമോൻ്റെ വിവരം പറഞ്ഞാൽ ആൻറ്റി എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് മീര ചോദിക്കുന്നു. തുടർന്ന് ടെൻഷൻ അടിക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.